നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. പിണറായി വിജയൻ സർക്കാർ മറുനാടനെ വേട്ടയാടി പൂട്ടിക്കെട്ടാൻ തീരുമാനിച്ച് അടിയന്തരാവസ്ഥയെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ മറുനാടൻ ഓഫീസിൽ കയറിക്കൂടി മറുനാടൻ്റെ കമ്പ്യൂട്ടറുകൾ മാത്രമല്ല മോണിറ്ററുകളും മൗസ് പാഡുകളും അടക്കം സകല ഇലക്ട്രോണിക് ഉപകരണങ്ങളും എടുത്തുകൊണ്ടുപോയി അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന് സുപ്രീം കോടതി തടയിട്ട ദിനമാണ്. വാസ്തവത്തിൽ 1.5 മാസം മുമ്പ് തന്നെ ഫേസ്ബുക്ക് ആ പീഡനകാലം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. നിലമ്പൂർ MLA PV അൻവർ തുടർച്ചയായി പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് മറുനാടനെ പൂട്ടിക്കെട്ടിക്കും എന്ന് വെല്ലുവിളിച്ചിരുന്ന ആ ദിനങ്ങളുടെ 1-ാം വാർഷികമാണ് കഴിഞ്ഞ 1 മാസം കടന്നുപോയത്. ആ ദിനങ്ങളെക്കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതൊക്കെ വിട്ടുകളയുകയായിരുന്നു. എന്നാൽ ഇന്ന് സുപ്രീം കോടതി വിധിക്ക് ശേഷം സങ്കടത്തിൻ്റെ പെരുമഴ പെയ്തു തീർന്നപ്പോൾ ഫേസ്ബുക്കിലെത്തി ഞാൻ 91-ാം സങ്കീർത്തനം ഷെയർ ചെയ്തിരുന്നു. അത് ഫേസ്ബുക്ക് ഓർമ്മിപ്പിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അതിനു മുൻപും പിണറായിയുടെ പോലീസ് എനിക്കെതിരെയും മറുനാടനെതിരെയും പല കേസുകളും എടുത്തിട്ടുണ്ടെങ്കിലും പോലീസിൽ നീതിബോധമുള്ളവർ ബാക്കിയുള്ളതുകൊണ്ട് ഒന്നും ഒരിടത്തും എത്തിയിരുന്നില്ല. എന്നാൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ അമേരിക്കയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് അവനെ അങ്ങ് തീർത്തേക്കൂ എന്ന് ഉത്തരവിട്ടിട്ട് പോയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ADGP അജിത് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ മറുനാടൻ വേട്ട എന്ന ദൗത്യം ഏറ്റെടുത്തതോടെ അതിനുവേണ്ടി ഏതാണ്ട് 4000 പോലീസിനെ നിയോഗിച്ചതോടെ എൻ്റെ ദുരിത ജീവിതം തുടങ്ങുകയായിരുന്നു. ആ 1.5 മാസത്തെ ഓട്ടത്തിനിടയിൽ ഞാൻ പിടിക്കപ്പെടാതിരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. അല്പം പോലും എൻ്റെ മിടുക്കോ ബുദ്ധിയോ ഇല്ല. നേരെ മറിച്ച് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മലയാളികൾ കണ്ണീരൊഴുക്കി സകല ദൈവങ്ങളോടും എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങനെ ദൈവം എന്നെ ചേർത്ത് നിർത്തുകയായിരുന്നു. പക്ഷെ ആ ദിനങ്ങൾ ഓർക്കാൻ പോലും കഴിയാത്ത വിധം വേദനാജനകമാണ്, നിരാശാജനകമാണ്. സത്യം വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർ എത്രമാത്രം എന്നെയും മറുനാടനെയും സ്നേഹിക്കുന്നു എന്ന് ഭരണാധികാരികളെ കാണിച്ചു കൊടുത്തത് വേട്ടയുടെ ആ ദിനങ്ങളായിരുന്നു. കപട മതേതരത്വവും ജനാധിപത്യവും സൂക്ഷിക്കുന്ന 24 ചാനലും മീഡിയ 1 ചാനലും ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ പൂട്ടിക്കെട്ടുന്നതിന് വേണ്ടി ആഘോഷപൂർവ്വമായി നടത്തിയ വ്യാജ റിപ്പോർട്ടിങ്ങുകളുടെ അന്ത്യം കൂടിയായിരുന്നു അന്നത്തെ സുപ്രീം കോടതി വിധി. പിണറായി വിജയൻ എന്ന സർവാധികാരിയായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഏറാൻ മൂളിയായ നിലമ്പൂർ MLA PV അൻവറിനും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ADGP അജിത് കുമാറിനുമൊക്കെ മുകളിലാണ് സർവശക്തനായ ദൈവവും സത്യവുമെന്ന് തെളിഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. അവരൊക്കെ പൊട്ടിക്കരഞ്ഞു കാണുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും പകതീരാതെ മാസങ്ങളോളം എന്നെ നിശബ്ദനാക്കാനും പൂട്ടിക്കെട്ടിക്കാനും ഈ സർക്കാരും പോലീസും ശ്രമിച്ചു. ആ കേസിൽ സുപ്രീം കോടതി വരെ പോയി വിജയം നേടിയിട്ടും എൻ്റെ മേൽ ചുമത്തപ്പെട്ടത് 2 ഡസനിലധികം ജാമ്യമില്ലാ കേസുകളാണ്. എല്ലായിടത്തും തുണയായത് സർവശക്തനായ ദൈവവും നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങാതെ പോരാടിയ വലിയൊരു അഭിഭാഷക സംഘമുണ്ട്. എൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് ജിജി, പൊൻകുന്നം കോടതിയിലെ അഡ്വക്കേറ്റ് ബിനോയ്, എറണാകുളത്തെ തോമസ് ആനക്കല്ലിങ്കൽ, സീനിയർ അഭിഭാഷകരായ S രാജീവ്, വിജയഭാനു മുതൽ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര വരെയുള്ള വലിയൊരു സംഘം തുടർവേട്ടക്കാലത്ത് എൻ്റെ സഹോദരനായി സകല സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കോടതികളിൽ നിന്നും കോടതികളിലേക്ക് ഓടി നടന്ന തിരുവനന്തപുരത്തെ എൻ്റെ അഭിഭാഷകൻ ശ്യാം ശേഖറെ മരിച്ചാലും മറക്കാനാവില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യത്തെ കേസും തുടർന്നുള്ള ഒളിവ് ജീവിതവും സുപ്രീം കോടതി വരെ പോയി പിടികൊടുക്കാതെ നേടിയ വിജയവുമായിരുന്നു ഇതിലെ ഹൈലൈറ്റ്. അന്നായിരുന്നു പിണറായിയുടെ പോലീസ് മറുനാടൻ്റെ ഓഫീസിലും എൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ജീവനക്കാരുടെ വീടുകളിലുമൊക്കെ കയറി ഇറങ്ങി നരനായാട്ട് നടത്തിയത്. അടഞ്ഞു കിടന്നിരുന്ന എൻ്റെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചും കുത്തിത്തുറന്നുമാണ് മെഡിക്കൽ കോളേജ് CI ആയിരുന്ന ഹരിലാൽ തൻ്റെ പക വീട്ടിയത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ശക്തിയും തുണയുമേകിയത് 91-ാം സങ്കീർത്തനമായിരുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി വിധി വന്നയുടൻ ആ 91-ാം സങ്കീർത്തനം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതും ആയിരങ്ങൾ അത് ഏറ്റെടുത്തതും. ഇന്ന് ആ 91-ാം സങ്കീർത്തനം അന്വർത്ഥമായിരിക്കുന്നു. വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും സിംഹങ്ങളുടെ മുൻപിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും നേരിടുന്ന പ്രതിസന്ധിയും അവയ്ക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുമൊക്കെ ആ സങ്കീർത്തന വാചകങ്ങൾ ശരിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. 1 ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ സത്യം പ്രഘോഷിക്കാനുള്ള കരുത്ത് ദൈവം എനിക്കിപ്പോഴും നൽകുന്നു എന്നത് വിസ്മയകരമാണ്.
അതുകൊണ്ട് തന്നെയാണ് 91-ാം സങ്കീർത്തനം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്നത്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.